ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ഭരണകൂടം എങ്ങനെ അവിടുത്തെ മനുഷ്യരെ ജീവനെ ചേർത്ത് പിടിക്കുന്നു എന്നത് ലോകം തന്നെ കണ്ടു പഠിക്കണം. എങ്ങനെ ഒരു ഭരണകൂടം ഇടപെടണം എന്നതിന്റെ മാതൃകയായി മാറുകയാണ് കേരളം. പല ദുരന്തമുഖങ്ങളിലും ഈ സമീപനം സ്വീകരിച്ചിട്ടുള്ളതാണ്. പ്രളയകാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഇടപെടൽ. അതിന്റെ ആവർത്തനമാണ് നമ്മൾ ഇവിടെയും വയനാട്ടിലെ ഈ മഹാദുരന്തത്തിനിടയിലും കാണുന്നത്. ശിരൂരിൽ ഇല്ലാതെ പോയത് ഇതാണ്. അർജുന്റെ ജീവൻ അവിടെ അവശേഷിപ്പിച്ച് ദൌത്യസംഘം മടങ്ങിയപ്പോൾ കേരളത്തിലെ ഓരോ ജനങ്ങളും കണ്ണീരണിഞ്ഞു. അവർ ആശിച്ചു ആ ദൌത്യം അവിടെ തുടരണമേ എന്ന്. പക്ഷെ അത് നടന്നില്ല. അവിടെ അങ്ങനെ ഒരു ഭരണകൂടത്തിന്റെ ഇടപെടലിന്റെ അഭാവം എല്ലാവരും ചൂണ്ടിക്കാട്ടി. അവിടെയാണ് കേരളം മാതൃക സൃഷ്ടിക്കുന്നത്. അവിടെ ജീവന്റെ തുടിപ്പ് ആരുടേതെന്ന് കണ്ടെത്തണം. അതൊരു ജീവിയാണെങ്കിലും ഒരു മൃഗമാണെങ്കിലും അത് കണ്ടെത്തിയിട്ട് ദൌത്യം അവസാനിപ്പിച്ചാൽ മതി എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. വയനാട്ടിലെ ദുരന്തം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. രാജ്യത്തെ തന്നെ വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷെ അവിടെ പകച്ചു നിന്നില്ല. നമ്മൾ അതിജീവനത്തിന്റെ മാർഗം തുടരുകയാണ്. ഒരു ദുരന്തമുഖത്ത് എങ്ങനെ ഒരു ഭരണകൂടം ഇടപെടണം എന്നതിന്റെ ലോക മാതൃകയായി കേരളം മാറുകയായിരുന്നു. അവിടെ വീണ്ടും ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. ജീവന്റെ തുടിപ്പുള്ളിടത്ത് 6 മണിക്ക് ശേഷം പരിശോധന നിർത്തിവെച്ച് മടങ്ങുകയല്ല വേണ്ടത്. അതെന്താണ് എന്ന് കണ്ടെത്തുകയാണ് വേണ്ടതെന്ന് ഒരു ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുന്നു. ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷ നൽകുന്ന, അവരെ ചേർത്ത് പിടിക്കാൻ ഒരു ഭരണകൂടമുണ്ട് എന്ന ആത്മവിശ്വാസം നൽകുന്ന ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്ന് ഇന്നത്തെ ദൌത്യം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് ദൌത്യസംഘാംഗങ്ങൾ പിന്മാറി മിനിറ്റുകൾക്കുള്ളിൽ ആ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എത്തിയിരിക്കുന്നു. ഒരു മലയാളിക്കും ഒരു സംശയത്തിനും ഇനി ഇടയില്ല.